ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ഒരു റീഡിംഗ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് അബൻഡൻസ് കാണുന്നുണ്ട്. അതായത് എത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നാലും എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ട്രൂ ലവ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ളത്. ഒരു ട്രൂ ലവ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ലൈഫിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുക, ടേൺ ഇൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് പേര് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ഇപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിലാഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പുറമേയുള്ള ഒരു പുറം തോട് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പൊട്ടിച്ച് പുറത്തേക്ക് വരാനും ആ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് പല തവണയും അത് ഫീൽ ചെയ്തിട്ടുള്ളതുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി അബൻഡൻസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലോകം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സന്തോഷം ഇതുവരെയും അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ടൈമിൽ ലഭിച്ചിരുന്നത്, ആ ഒരു സന്തോഷം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക. ഒരു ന്യൂ വിഷൻ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വെച്ച് ഓർത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു തെറ്റായ കാര്യം നിങ്ങളോട് ചെയ്തു പോയി എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ എന്താണ് വില താഴ്ത്തി കാണരുത്. ഓക്കെ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി അതിനു മുന്നേ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആ വ്യക്തി ഒത്തിരി ജെനുവിൻ ആയിട്ട് നിങ്ങളോട് പെരുമാറിയിരുന്നു, വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു, ഒരുപാട് കെയർ ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ ഒക്കെ തന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യം, ഒരു തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ തെറ്റായ വാക്ക് അവരിൽ നിന്നുണ്ടായ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ അവോയ്ഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്തു. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ പരസ്പരം ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സെപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ ഈ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും വാല്യൂ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കഴിയുമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റൊരു രീതിയിൽ ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഒരു റീബർത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾ തന്നെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ പോലും, നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഈ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവായി പോകുന്നതല്ല അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ,
ആ ആ ഒരു കണക്ഷൻ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോഴും ഏതൊരു സമയത്തും നിങ്ങളോട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, എങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നതും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നിങ്ങളുടെ പേഴ്സണും ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എത്ര നിങ്ങൾ മനസ്സിൽ നിന്നും ഈ വ്യക്തി അവോയ്ഡ് ചെയ്താലും ആ വ്യക്തിയും ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന്റെ പേരിൽ ഈ വ്യക്തി ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ആ വ്യക്തിയെ മറ്റു വ്യക്തികൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. ആ വ്യക്തിയുടെ എന്താണ് ലൈഫിലെ ഒരു കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്നില്ല. കാരണം മറ്റു വ്യക്തികളാലേ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളാലേ ഈ വ്യക്തി കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ വ്യക്തിയുടെ സാഹചര്യം വളരെ നെഗറ്റീവ് ആണെന്ന് തന്നെയാണ് കാണുന്നത്. യെസ്, അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ആൻസർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഐ വിൽ കം ടു യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് പറയും. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകും എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ചു ചേരും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ അത്രയധികം പ്രണയിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ദ ഡേ ഐ ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, അവര് ഇപ്പോഴും മനസ്സിലാക്കുന്നു നിങ്ങളെ വിട്ടു പോയി പിരിഞ്ഞ ആ ഒരു ദിവസമാണ് ഈ വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മോശമായ ഒരു ദിവസമായിട്ട് അവർ കാണുന്നത്. അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് അവർ കാണുന്നത്. ഓക്കെ, ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ക്യാൻ യു ഗീവ് മീ എ സെക്കൻഡ് ചാൻസ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ചിന്തിക്കുന്നത് തന്നെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുമോ എന്നുള്ളതാണ്. ഓക്കെ, ഒരു സെക്കൻഡ് ചാൻസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ട് പോയ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെടാണ്ടിരിക്കുക. ലൈഫിൽ നിങ്ങൾ വളരെ പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ആണിത്. ഓക്കെ,